നമ്മുടെ ഓരോ രോഗികളുടെയും പരിചരണം, അതുപോലെ മെഡിക്കേഷൻ എറർ കണ്ടുപിടിക്കുക, അതുപോലെ പേഷ്യന്റ് കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടാൻ കഴിവുള്ള അത്രയും സ്കിൽ ഡെവലപ്പ് ചെയ്ത് പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് ഡോക്ടർ ഓഫ് ഫാർമസി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫാർമഡി സ്റ്റുഡൻസ്. അവരുടെ ഒരു കൃത്യമായ സേവനം നമ്മളുടെ പലതെന്നല്ല മെഡിക്കൽ കോളേജുകളിലൊന്നും തന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊന്നും തന്നെ നമുക്ക് സേവനം കിട്ടുന്നില്ല. അതുകൊണ്ട് അതിന് അർഹമായ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സേവനം ഉറപ്പിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നുള്ള ഒരു പോസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഫാം ഡി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ സേവനം നമ്മുടെ കേരളത്തിലെ ഓരോ രോഗികൾക്കും ഉറപ്പുവരുത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള പല സംസ്ഥാനങ്ങളിലും നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റേഴ്സ് അവൈലബിൾ ആണ്. നൈപ്പർ എന്ന് പറയും. ഈ നൈപ്പർ നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഉണ്ട്. പക്ഷെ അത് ഒരു നാഷണൽ ലെവൽ റാങ്കിങ്ങിലൊക്കെ വരുന്ന ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഗവേഷണത്തിലും അതിനോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനും ഉതകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതുപോലുള്ള നൈപ്പറിന്റെ ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിലും വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷനും അതുപോലെ റിസർച്ച് മേഖലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെയും അതേപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സപ്പോർട്ട് അത്യാവശ്യമായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഈ പല കേരളത്തിലെയും ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഈ ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന്റെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാ ഹോസ്പിറ്റലുകളിലും അത് ആയിട്ടില്ല. അപ്പം ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന്റെ ഒരു സേവനം ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ അവരുടെ ഒരു സാലറിയുടെ ഒരു നിശ്ചിതപ്പെടുത്തുക. അതിനൊപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന്റെ അല്ലെങ്കിൽ ഫാം ഡി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ ജോലി സാധ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് മുന്നിൽ കാണേണ്ട ഒരു കാര്യം.